ഹലോ, നമ്മൾ ബീൻസ് കിട്ടിക്കഴിഞ്ഞാൽ അധികം ഉപ്പേരിയോ തോരനോ ഉണ്ടാക്കുകയാണല്ലേ പതിവ്. എന്നാൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. ചപ്പാത്തിയുടെയും ചോറിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണേ. അപ്പോൾ ബീൻസ് സബ്ജി ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ ഇതൊക്കെയാണ്. എന്നാൽ വീഡിയോയിലേക്ക് കടന്നാലോ. ഇനി എന്താ, എണ്ണ ചൂടാക്കി അതിലേക്ക് 1 ടീസ്പൂൺ ജീരകം ഇടുക. ജീരകം പൊട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടി ചതച്ചത് പച്ചമണം മാറുന്ന വരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് അതിലേക്ക് 2 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് ഇതുപോലെ കഷ്ണങ്ങളാക്കി മുറിച്ചതും കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ഉപ്പ് ആവശ്യത്തിന് ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക, വെള്ളം ഒഴിക്കാതെ. പകുതി വേവായി കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ച ബീൻസ് ഉണ്ടല്ലോ, അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതും ഇതുപോലെ അടച്ച് വെച്ച് തന്നെ വേവിച്ചെടുക്കണം, വെള്ളം ഒഴിക്കരുത്. ഇടയ്ക്കിടയ്ക്ക് അടപ്പ് തുറന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെ നന്നായിട്ട് വെന്ത് കിട്ടും. അങ്ങനെ വെള്ളമൊന്നും ഇല്ലാതെ ഇങ്ങനെ ഉലർത്തിയെടുത്ത് കഴിഞ്ഞാൽ അതിനൊരു വേറെ ടേസ്റ്റ് ആണേ. അപ്പോൾ എങ്ങനെയുണ്ട് ഈ വെറൈറ്റി ബീൻസ് സബ്ജി? എല്ലാവർക്കും ഇഷ്ടമായില്ലേ? ഇനിയും ഇതുപോലുള്ള വെറൈറ്റി ഡിഷുകൾ കാണാൻ ചില്ലി ഫ്ലേക്സിനെ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ കൂടി മറക്കരുതേ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.